മോനെ. ചേട്ടാ, അച്ഛാ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെല്ലിയോ എന്തുണ്ട്? കണ്ണൊക്കെ ചേർത്തിരിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? മനസ്സിലായി. രാത്രി ഉറങ്ങിയില്ലല്ലേ? മനസ്സിലായി. അയ്യോ എന്റെ അമ്മേ, ആരാത്? ഓ, നീയായിരുന്നു അച്ചുകുട്ടി. ഇങ്ങനെയാണോ ചോദിക്കുന്നേ? എന്തിനാ നാണിക്കുന്നേ? ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ലല്ലോ. എന്നൊന്ന്? അയ്യേ, അതല്ല, കറണ്ട് പോയില്ലേ, അത് കഴിഞ്ഞ് മര്യാദക്കിട്ട് ഉറങ്ങാനും പറ്റിയില്ല. ഒരു ചൂട്. ഞാൻ ആകെ വട്ട് പിടിച്ചിരിക്കുക. അതിനിടയിൽ ഓരോന്ന് പറഞ്ഞു വന്നാണല്ലോ, ഒന്ന് പോകുന്നുണ്ടോ? അരവിന്ദേ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? നീ മുറിയിലുണ്ടായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. മുറി ഇവനൊക്കെ കാരണം എന്റെ ജീവിതം നായ നക്കി. എന്റെ അവസ്ഥ കണ്ടാ? ഞാനില്ല പുറത്താ കിടന്നത്. അപ്പൊ നിനക്ക് എന്റെ മുറി വന്ന് കിടന്നൂടായിരുന്നോ? അതെങ്ങനെയാ? കല്യാണം കഴിച്ച ഭാര്യയുടെ വീട്ടിൽ കിടക്കേണ്ടത്, അല്ലാതെ അമ്മയുടെ വീട്ടിലാണോ? ചെലവന്മാരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. അത് ആലോചിക്കുമ്പോ എനിക്ക് ഒരു മുറി ചോദിച്ചാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്. അശ്വതി, പാലെടുത്ത് വെച്ചു. പാലും അത് തിളപ്പിക്കാനുള്ള പുതിയ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് മോളെ. ഞാൻ മോളെ കാത്തിരിക്കായിരുന്നു. എന്തിനാ ആന്റി? അടുക്കളയില് പാലും പാത്രവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോള് പോയി പാല് കാച്ച്. ഞാനെന്തിനാ പാല് കാച്ചുന്നത്? ചേച്ചി തന്നെ പാല് തിളപ്പിച്ച് ചായ എടുത്തോണ്ട് വന്നാ മതി. വെരി ഗുഡ്. എന്തിനാ പാല് തിളപ്പിക്കുന്നത്? ടൈം വേസ്റ്റ് അല്ലേ? നിങ്ങൾ തന്നെ ചായ ഇട്ട് എഞ്ചിനീയർ മാഡത്തിന് കൊടുക്ക്. എന്തിനാ അങ്കിൾ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്? എന്താണെങ്കിലും എന്നോട് നേരിട്ട് പറയാലോ. അങ്കിളിന് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. കണ്ട മോനെ, പെട്രോളിന് വില കൂട്ടിന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ശ്രേയ, ആദ്യമായി അടുക്കള കയറിയ പാല് തിളപ്പിച്ച് വേണം തുടങ്ങാൻ. അതാ രീതി. അതെ മോളെ, പാല് തിളച്ചു പൊങ്ങണം. അതോടൊപ്പം നമ്മുടെ സന്തോഷം ഇരട്ടിക്കുന്ന പറയുന്നത്. പാലും സന്തോഷമായിട്ട് എന്താ ബന്ധം? സന്തോഷം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവേണ്ടതല്ലേ? യെസ് യെസ്, മാഡം പറഞ്ഞത് 100% ശരിയാ. പക്ഷേ പാല് പോലെ പരിശുദ്ധമായ വെള്ള മനസ്സുള്ളവർക്കേ അതൊക്കെ പറ്റൂ. മേഡത്തിന് അതൊന്നും ഒത്തുപോവില്ല. മനസ്സ് കറുപ്പാണെങ്കിലും അതൊന്ന് വെളുത്ത് തൂവട്ടെ എന്ന് കരുതി ഇവര് പറയുന്നതാ. ആ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണം. സന്തോഷം തൂകിയില്ലെങ്കിലും പാലെങ്കിലും തിളച്ച് തൂവട്ടെ. ആന്റി, ഞാൻ പാല് കാച്ചാം. ശരി മോളെ.
പരിശുദ്ധമായ വെളുത്ത പാല് തിളച്ച് സന്തോഷം ഇരട്ടിക്കണം അത്ര കാണാം. എടി ചാരു, ഈ പാല് തിളച്ച് തൂവില്ല, ഇരിഞ്ഞു പോകും. അതും ഞാൻ നിന്റെ തലയിലാക്കും. ചാരു, ഈ പാലൊന്ന് നോക്കിക്കോ, ഞാനിപ്പോ വരാം. ശ്രേയ, ഇത് നീ കാച്ചേണ്ട പാല, മറ്റാരെ ഏൽപ്പിക്കാൻ പാടില്ല. ഓ അങ്ങനെയാണോ? ഞാനെങ്ങും പോകുന്നില്ല. എനിക്ക് കിച്ചണിൽ നിന്നൊന്നും ശീലമില്ല. പാല് തിളയ്ക്കുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ വരാം.